ഹലോ ഗൈസ്, അങ്ങനെ അന്ന് നമ്മൾ എൻ്റെ സ്വന്തം സേവ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സാദിഖ് എന്ന് പറഞ്ഞിട്ട്, അവനായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവനെ വിളിച്ചു. ഒരു ഞായറാഴ്ച ഫ്രീ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മളൊരു തീം മനസ്സ് കണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ബാക്കിലുള്ളത് എൻ്റെ അനിയനാണ്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമതെന്താ വെച്ചാൽ, ഈ പോകുന്ന സ്ഥലത്തേക്ക് അങ്ങനെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. ഒരു കോളേജിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം മതിൽ ചാടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നത് തന്നെ. പുറത്തുനിന്ന് അങ്ങനെ എൻട്രി ഒന്നുമില്ല, വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളെ കെട്ടാൻ പോകുന്ന കുട്ടി ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് അവളെ ഐഡിയക്കാരുത്, അവളെ ഹെയർ സ്റ്റൈൽ കാര്യങ്ങളെല്ലാം ഫുൾ അവളായിരുന്നു സെറ്റ് ചെയ്ത് തന്നത്. അവളുടെ ഐഡിയക്കാണ് നമ്മൾ ഫുൾ എന്താ പറയുക കോസ്റ്റ്യൂം വരെ സെറ്റ് ചെയ്തത്. പിന്നെന്താ, ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എല്ലതും അവളെ ഇതിന് വിട്ടുകൊടുത്തു നമ്മൾ. പിന്നെ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തത്. തീമൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു, അതിനനുസരിച്ച് സെറ്റ് ചെയ്തു എല്ലതും. നമ്മളെ പരിപാടിയാകുമ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കല്ലോ, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഒരു വെറൈറ്റിയാണ്. നമ്മളെ പരിപാടി നമ്മൾ തന്നെ സെറ്റ് ചെയ്ത്, ഫോട്ടോഗ്രാഫി നമ്മൾ തന്നെ ചെയ്യുമ്പം ആ തീമൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ടോ നമ്മളെ സാധിക്കുന്ന ബ്രോ. നന്നായിട്ട് നമ്മൾ വിചാരിച്ച ലെവലിൽ നമുക്ക് ആ ഫോട്ടോഷൂട്ട് സെറ്റായി തന്നു. നമ്മളതിനനുസരിച്ച് എന്താ പറയുക നിന്നും കൊടുത്തു നല്ല സെറ്റായിട്ട്. നമ്മളെ ബ്യൂട്ടീഷ്യൻ്റെ മുടി എടുത്തിട്ടുള്ള ടൈമാണ് എല്ലാത്തിലും. അവൾ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. എല്ലതും നല്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കണ്ണിങ്ങായിട്ട് വേണം. നമുക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. ചെയറിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ നോക്കി താങ്ങുമെന്നൊക്കെ ചെയറൊക്കെ സെറ്റാണ്. നമ്മൾ ചെയറും ഫ്ലവറൊക്കെ നമ്മൾ റെൻറ്റിനെടുത്തായിട്ടാണ് ചെയ്തത്. ഫ്ലവറും എന്താ പറയുക, ഒരു നമ്മളെടുത്തൊരു വിജീഷ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പം മൂപ്പരെ അടുത്തു നിന്നാണ് നമ്മൾ റെൻറ്റിനെടുത്തത്. ജസ്റ്റ് 300 റുപ്പീസ് 500 റുപ്പീസിൻ്റെ റേഞ്ചിലാണ് നമുക്ക് ചെയറൊക്കെ റെൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് നമ്മൾ ഓരോ പോസിങ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സെറ്റായി ഇങ്ങനെ അതിനനുസരിച്ച് നമ്മൾ തന്നെ എല്ലാം സെറ്റാക്കുന്നുണ്ട്, അവനെ ബുദ്ധിമുട്ടിക്കാതെ. പിന്നെ അങ്ങനെ ഷൂട്ടിന് വേണ്ടി നമ്മൾ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ പുല്ലായതുകൊണ്ട് ചെരുപ്പൊന്നും കാണില്ല, അപ്പോൾ ചെരുപ്പൊക്കെ താഴെയിട്ട് കാല് കയറ്റി വെച്ചിട്ട് നമ്മൾ തന്നെയാണ് പോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലുള്ളൊരു തീം നമ്മളിങ്ങനെ കണ്ടിരുന്നു. നമ്മളൊരു കല്യാണം ആകുമ്പോൾ നമ്മളെ സ്വന്തം കല്യാണം നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തീം കണ്ടിട്ടാണ് നമ്മളിതൊക്കെ നോക്കിയത്. നമ്മളെ ഫോട്ടോഗ്രാഫർ സാദിഖാണ് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവളെക്കൊണ്ട് നമ്മൾ ആർദ്ര എന്നാണ് കേട്ടോ അവളെ പേര്. അപ്പം ആർദ്രനെ കൊണ്ട് നമ്മൾ എല്ലാ സംഗതിയും പോസ് ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്കുള്ള പോസിങ് ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പേടിക്കല്ല, ഞാൻ എങ്ങനെയും നോക്കും. അവളത് ഞാൻ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ആ ഒരു ഇതിൽ ആറ്റിറ്റ്യൂഡ് ലെവലിൽ നിർത്തിച്ചു. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഷൂട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഐഡിയക്കും അവൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അവൻ ക്ലിയർ ചെയ്തിട്ട് അവനെടുക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് എൻ്റെ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്തു. അവളും അത് സെറ്റായിട്ട് നമ്മൾ അതിനനുസരിച്ച് അവൻ സെറ്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നിനും നിന്ന് കൊടുത്ത് അങ്ങനെ ഷൂട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മൾ വിചാരിച്ചൊരു ആംബിയൻസിലായിരുന്നു സംഗതി ഉള്ളത്. പിന്നെ ആ ഒരു ലൊക്കേഷനും അതേപോലെ നമ്മൾ വിചാരിച്ചൊരു ലെവലായിരുന്നു. പക്ക എന്താ പറയുക, നമ്മൾ വിചാരിച്ചൊരു ലെവലിലേക്ക് ക്ലൈമറ്റൊക്കെ നല്ല സെറ്റായി. കാരണം വെച്ചാൽ 3-4 ദിവസം മുന്നേ നല്ല മഴയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം തിരഞ്ഞെടുത്തപ്പം അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ വരുമ്പോൾ നന്നായിട്ട് മഴയൊക്കെ ചാറിയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ലെവലിൽ നമുക്ക് ആ ഒരു സംഗതി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ആംബിയൻസ് ആട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടിന് തന്നെ പക്ക നല്ല ആംബിയൻസ് ആയിട്ട് നമ്മൾ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ റീടേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ റീടേക്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു സംഗതി കിട്ടില്ല വിഷ്വൽസിൽ. നമ്മൾ ഫ്ലവർ ഉണ്ടായിട്ടും ഫ്ലവർ ഇല്ലാതെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ബെറ്റർ എന്ന് അറിയില്ല. പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ടിൽ നമുക്ക് ബെറ്റർ ഏതാണെന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഷൂട്ട് ഓരോ ടൈപ്പിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ആ ഒരു നമ്മൾ വിചാരിച്ചൊരു ലെവലിൽ ചിലപ്പം ഈ ഫ്ലവർ ഉണ്ടായിട്ടാവും ചിലപ്പോൾ കിട്ടുക, ചിലപ്പോൾ ഇല്ലാതെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സംഗതി കുറേ ടേക്ക് എടുത്തിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് സെറ്റാക്കുന്നത്. ഷൂട്ട് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. ഈ സേവ് ഡേറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം എന്താ പറയുക ക്ഷമയോടെ ചെയ്യേണ്ട സംഗതിയാണ്. അതിപ്പം നമ്മൾ ക്യാമറയുടെ പിന്നിലിരുന്ന് ചെയ്യുന്നതാണ്. അതിൻ്റെ മുന്നിലിരിക്കുന്ന കപ്പിൾസിനും ആ ഒരു ക്ലൈൻറ്റിന് അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വിചാരിച്ച പോലെ ഒന്നല്ല, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ വേണം ഈ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അഭിനയിക്കാൻ. അത് നമുക്ക് മനസ്സിലായി.
നമ്മളിപ്പം എപ്പോഴും നമ്മൾ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക ചെയ്യാറ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നിന്ന് കൊടുക്കണം, എത്രത്തോളം ക്ഷമയുള്ള പരിപാടിയാണ്. കുറേ എന്താ പറയുക കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ ടേക്കും നമ്മൾ ആ വിചാരിച്ച പോലെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം. നമ്മളൊരു ക്ഷമ പരീക്ഷിക്കുക. സത്യം പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള ആൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഫോട്ടോഗ്രാഫി എടുക്കുന്നതും അതിന് പോസ് ചെയ്ത് കൊടുക്കുന്നതും. കാരണം വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് നല്ലൊരു വിഷ്വൽസ് കിട്ടണമെങ്കിൽ അത്രയും നല്ല മൈന്യൂട്ടായിട്ട് നമ്മളതിങ്ങനെ നോക്കി നിന്ന് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു തീം വിചാരിച്ചപ്പോൾ നമുക്ക് ആ ഒരു സംഗതി അവന് കിട്ടുന്നുണ്ടോയെന്ന് അവന് നമുക്ക് തോന്നാൻ വേണ്ടി അവൻ കാണിച്ചിരുന്നുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് സെറ്റാണ്, നമ്മൾ വിചാരിച്ച സംഗതിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ പോസിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഒരു തീം വരുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം അവൾക്ക് ഒരു ബൊക്ക ഇരുന്നിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു ടൈപ്പിലാണ്. ആദ്യം നമ്മൾ ആ ഒരു വെയിറ്റ് ചെയ്തിട്ട് ബൊക്ക ബാക്കിൽ പിടിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് ബൊക്ക കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ക ആറ്റിറ്റ്യൂഡ് ലെവലുള്ളൊരു സംഗതിയാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പൊസിഷനൊക്കെ ഓക്കെ ആയിട്ട് അവൻ ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നമ്മളത് നിന്ന് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ലൊക്കേഷൻ എപ്പോഴും ആ ഒരു ക്ലൈമറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഓവർ വെയിലും ഇല്ല, നല്ല പക്ക നീറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റും ആയിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൻ്റെ ഔട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ലെവലായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നിന്ന് ആ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു നോർമൽ നമ്മളങ്ങനെ കാണുമ്പോൾ ആ ഒരു ചിരിയൊക്കെ അവൾ മുഖത്തൊക്കെ വരുത്തിച്ച് സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളതിനനുസരിച്ച് നല്ല ലെവലായിട്ട് നിന്ന് ആറ്റിറ്റ്യൂഡ് ലെവലിൽ നിന്ന് ആ ബൊക്കെ പിടിച്ചിട്ട് ഒരു പ്രപ്പോസൽ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവനൊരു ഫോട്ടോ ഷൂട്ടിന് ഫേസ് അങ്ങോട്ടൊക്കെ വെക്കും ഇങ്ങോട്ടൊക്കെ വെക്കും എന്നൊക്കെ പറയുന്നത് നമ്മളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ആ ഒരു സംഗതി പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോസിങ്ങനെ സെറ്റായി വരുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഷൂട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കൊരു ഇതായിരുന്നു, തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ആ ബൊക്കെ എടുത്തിട്ട് ഒരു പ്രപ്പോസൽ സീനൊക്കെ ചെയ്ത് എനിക്കെന്താ പറയുക തീരെ മടിയില്ല കേട്ടോ. നല്ല പക്കായിട്ട് നമുക്ക് ആ ഒരു ഫീൽ ചെയ്തിട്ട് ആ സംഗതി ഞങ്ങളവിടെ കൊടുത്തു. അവളത് വാങ്ങിക്കുമ്പോൾ അവളെടുത്ത് ആ ഒരു ചിരി ഉണ്ടായിരുന്നു. എന്താ പറയുക, അവളെ ഫേസിൽ നല്ലൊരു ആ ഒരു ചിരി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമ്മൾ ആ ബൊക്കെ കൊടുക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ പിന്നെ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി റെഡിയാക്കുന്നുണ്ട്. എന്ത് ഗ്ലാമറാണ് എല്ലാവരുടെയും വിഷയം. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്നതൊക്കെ നോക്കി അതൊക്കെ സെറ്റാക്കിയിട്ടാണ് എല്ലാം റെഡിയാക്കുന്നത്. നമുക്ക് പിന്നെ ഒന്നും നോക്കാമല്ല, നമ്മൾ ബൊക്കെ പിടിച്ചാൽ ഇരുത്തം. കുറേ ഇരുന്നപ്പോൾ മുട്ട് വേനിച്ചു. അപ്പോൾ പിന്നെ മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുന്നു. പിന്നെ മുട്ടുകാൽ കുത്തിയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം നന്നായിട്ട് മുട്ടുകാൽ വേനിക്കുന്നുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ ഓരോന്ന് മാറ്റി നിന്ന് ടേക്ക് റെഡി ആവേണ്ടേ. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് അനങ്ങാനും പറ്റില്ല. ആ ഒരു സ്ഥലത്തു നിന്ന് ഓരോ ടേക്കും ക്ലോസപ്പും വൈഡൊക്കെ വെച്ച് എടുത്ത് സെറ്റാവണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നേരം നമ്മൾ അതിനായിട്ട് തന്നെ ഹോൾഡ് ചെയ്തിരുന്നു. ഓരോ സാധനങ്ങൾ കിട്ടണം, നമ്മൾ വിചാരിച്ച സാധനം കിട്ടണം, നമ്മൾ തന്നെ ക്ഷമിച്ചിരിക്കണം. നമ്മളെ പരിപാടിയാണ്, നമ്മൾ ക്ഷമിച്ചിരിക്കണം. ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫർ മാത്രം വിചാരിച്ചൊന്നും നടക്കില്ല. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കപ്പിൾസും ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ക്ഷമ ബെസ്റ്റാണ്. കാരണം ക്ഷമിച്ചിരുന്നാൽ മാത്രമേ നല്ല വിഷ്വൽസ് കിട്ടുള്ളൂ. പിന്നെ ആ കപ്പിൾസിൻ്റെ ഒരു റൊമാൻസ്, അവരുടെ ഒരു കെമിസ്ട്രി, ആ സംഗതിയാണ് ആ ഫോട്ടോസിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏതൊരു ഷൂട്ടാണെങ്കിൽ പോലും ആ ഒരു കപ്പിൾസിൻ്റെ ക്ഷമ, അവരുടെ കെമിസ്ട്രി അതിങ്ങനെ പക്കായിട്ട് അവരുടെ ഇടയിൽ ആ ഒരു സംഗതി കോംബോ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഫോട്ടോഗ്രാഫേഴ്സിന് അത്രയ്ക്ക് നന്നായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അത് എല്ലാ കപ്പിൾസിലും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഇടയിൽ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് സാധനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് നമുക്കവിടെ പക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിടയിൽ ഞങ്ങൾ തന്നെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്കായിട്ട് ഞങ്ങൾ ആ ഒരു സംഗതി ചെയ്ത് റെഡിയാക്കി അങ്ങനെ ഓരോരോ പോസ് ഇങ്ങനെ ചേഞ്ചാക്കി നമ്മൾ നെക്സ്റ്റ് ഓരോ ഇതിലേക്ക് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ആക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ആംബിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഇതുമില്ലാതെ നല്ല ആ ഒരു എന്താ പറയുക വിചാരിച്ചതിനേക്കാളും മുകളിൽ നമുക്ക് ആ ഒരു സാധനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും ഇതായിക്കൊണ്ട് ടൈം ഏകദേശം ഒരു 5:45 6 മണി ടൈമായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് എടുക്കുന്നുമുണ്ട്. വേഗം ഓരോരോ പോസിങ് ചെയ്ത് ഇനി നമുക്ക് ആ ഒരു സംഗതി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ പക്കായിട്ട് എടുത്ത് തീർത്ത് എല്ലാം റെഡിയാക്കണം. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ റീലും ഷൂട്ട് ചെയ്യണം. ഫോട്ടോഷൂട്ട് മാത്രമല്ല റീലും ഷൂട്ട് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് വേഗം നമുക്ക് എടുത്ത് സെറ്റാക്കി തരുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ ആ ചേഞ്ചാക്കി കൊടുക്കുന്നുണ്ട്. മുഖമൊക്കെ വേർത്ത് കാണിച്ചാൽ അത്യാവശ്യം ചൂടുണ്ട്. മുഖമൊക്കെ വേർത്ത് നമ്മൾ കൈയായിട്ട് തന്നെ തുടച്ച് സെറ്റാക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ടച്ചപ്പിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
അങ്ങനെ ഷൂട്ട് നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പം നമ്മളാണ് ആ ഒരു സംഗതിയിൽ അഭിനയിക്കേണ്ടത്. ഫോട്ടോഗ്രാഫറെ കഴിവിനേക്കാളും നമ്മൾ ആ ഒരു എന്താ പറയുക എനർജി അതിൽ കാണിക്കുക. അത് ഫോട്ടോഗ്രാഫർ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് തരും. അപ്പോൾ നമ്മളാണ് സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫി നമ്മളൊരു ഷൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളത് എത്രത്തോളം അതിൽ ഇതാകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം ഫോട്ടോഗ്രാഫർ ഒരു പരിധി വരെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ ആ കപ്പിൾസ് നോക്കണം. പിന്നെ നമ്മൾക്ക് നല്ല ഒരു റൊമാൻറ്റിക് ഷൂട്ടൊക്കെ ചെയ്യാന്നുള്ളതിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ലെവലിലൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഷൂട്ടൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ ഇതാകുന്നു. കിടലിനായിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ട്. സെറ്റായിട്ട് അതിനനുസരിച്ച് അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ലൊക്കേഷൻ വേറെ ലെവല്. നമുക്കിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് എടുത്തിട്ട് മതിയാവുന്നില്ല. കാരണം വെച്ചാൽ അത്രയും നല്ല ലൊക്കേഷനായിരുന്നു. ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ താഴെ പറയുന്നുണ്ട്, എവിടെയാണെന്ന് ഏകദേശം പറഞ്ഞുതരാം. കാരണം വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊരു കോളേജിൻ്റെ ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. നമ്മളെ നാട്ടിലായതുകൊണ്ട് മാത്രം നമുക്കൊരു ഇത് കിട്ടിയതാണ്. നമുക്ക് അത്രയും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ അത് വിഷയമാകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ലൊക്കേഷൻ എവിടെയാണെന്ന് അങ്ങനെ പറയുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. നന്നായിട്ട് വിചാരിച്ചിട്ടില്ല. അന്നേരം തോന്നുന്ന ഓരോ പോസിങ് നമ്മൾ അന്നേരം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നന്നായിട്ട് ചൂടായതുകൊണ്ട് നന്നായിട്ട് വേർക്കുന്നുമുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ കണ്ണൊക്കെ ഒന്ന് ഇതാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം സൺഗ്ലാസ് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് നമുക്ക് നന്നായിട്ട് ആ കോസ്റ്റ്യൂമിന് നന്നായിട്ട് ചേരുന്ന ലെവലിലായിരുന്നു സൺഗ്ലാസ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഓരോരോ സംഗതി നമ്മൾ കുറച്ചൊരു വെസ്റ്റേൺ ടച്ചിലായിരുന്നു നമ്മൾ ആ സാധനം ചെയ്യാൻ വിചാരിച്ചത്. നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ ഔട്ട്പുട്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. വെസ്റ്റേൺ ടച്ചിലായിരുന്നു നമ്മളെ ഷൂട്ടിൻ്റെ പക്ക സാധനം പോയിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഔട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ സാധിക്കുന്ന ഒരു വിഷയമില്ലായിരുന്നു. സാധിക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു. സാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത ലെവലിൽ നമ്മളും സെറ്റ് ചെയ്ത് കൊടുത്തു, നിന്ന് കൊടുത്തു. അവനെ എങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ആ ലെവലിലൊക്കെ നമ്മളും നിന്ന് കൊടുത്തു. അവനതിനനുസരിച്ച് നോക്കിയിട്ട് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക വേറെ ലെവൽ. നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എന്താ പറയുക വേറെ ലെവൽ തന്നെയായിരുന്നു. പക്ക നമ്മൾ ഈ കാണുന്നതിനേക്കാളും നമുക്ക് ഫോണിൽ കാണുന്നതിനേക്കാളും നമുക്കൊരു വേറെ ലെവലിൽ നമുക്ക് ആ വിഷ്വൽ അവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഷൂട്ട് നല്ല കിടിലനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മളും ആ ഒരു എന്താ പറയുക വന്നതിനേക്കാളും കൂടുതൽ എനർജിയിലാണ് നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടില എനർജിയിലാണ് നമ്മൾ ആ ഒരു ഷൂട്ട്. പിന്നീട് ഇങ്ങനെ ടൈം ഇതാകുന്നതിനനുസരിച്ച് നമുക്ക് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസിൽ നമുക്കൊരു ഷൂട്ടിന് അത്രയും നല്ലൊരു ആംബിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വളരെ ഒരു റയറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എവിടെ പോയാലും നമ്മൾ ചില ടൈം നമുക്കത് നല്ലൊരു കപ്പിൾസിനെ കിട്ടിയാൽ പോലും ചിലപ്പം നല്ലൊരു എന്താ പറയുക ലൊക്കേഷൻ കിട്ടാറില്ല. അങ്ങനെ ലൊക്കേഷൻ കിട്ടിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാവും. ഇപ്പം ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നല്ല ആംബിയൻസുള്ളൊരു ലൊക്കേഷനും കിട്ടി നമുക്ക് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേറെ ലെവലിൽ തോന്നിക്കുന്ന ലെവലിലുള്ളൊരു ലൊക്കേഷനാണ്. അതുകൊണ്ട് നമുക്കും നല്ല ഇൻട്രസ്റ്റ് തന്നെ നമ്മൾ ആ ഷൂട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മളിങ്ങനെ സെറ്റായി പോയി കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് നോക്കണ്ട. ചില ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഓരോരോ സ്നാപ്പും ക്ലോസപ്പും എന്താ പറയുക ക്ലോസപ്പും വൈഡും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിന്ന് തന്നെ കൊടുക്കണം. അത് അവർ പറയുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്തൊക്കെ പറയാൻ നമ്മളൊരു ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞാലും ആരെടുത്താണോ ക്യാമറ അവർ പറയുന്ന പോലെ നിന്ന് കൊടുക്കുക. പിന്നെ ഒക്കെ കുറേ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഓക്കെ നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഓക്കെ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഷൂട്ട് ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതേപോലെ തന്നെയാണ് നിന്ന് കൊടുത്തതും. സാദിക്ക് പറയുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്ത് നിന്ന് കൊടുത്ത് നല്ല കിടിലനായിട്ട് ആ ഷൂട്ട് നല്ല കിടിലനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതിനും സെറ്റായി നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ടൈമൊക്കെ ഒരു 6 മണി ആ റേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം നൈറ്റ് ആകാനുള്ളൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ടൈം എന്തായാലും നൈറ്റ് ആയിക്കോട്ടെ അതുവരെ നമുക്ക് ആ ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. രാത്രി ആകുന്നതിനനുസരിച്ച് നമുക്ക് ആംബിയൻസ് ചെറിയ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനനുസരിച്ച് സെറ്റായി ഇങ്ങനെ ഇതാവുന്നതുകൊണ്ട് പിന്നെ നമ്മളൊരു കോസ്റ്റ്യൂമിലാണ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ. നമ്മളെ വെഡ്ഡിങ് നമ്മളൊരു കോസ്റ്റ്യൂമിൽ മാത്രമേ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഇതേപോലെ നമ്മളൊരു എന്തെങ്കിലും ഒരു തീം എടുത്തിട്ട് ആ ഒരു സംഗതിക്ക് സെറ്റായിട്ട് നമ്മളൊരൊറ്റൊന്ന് മാത്രം കുറേ എണ്ണം ചെയ്യേണ്ടെന്ന് നമ്മൾ തന്നെ വിചാരിച്ചതാണ്.
കാരണം നമ്മൾ ഒന്ന് തന്നെ കൺഫേം ചെയ്ത് ഒരൊറ്റ ഷൂട്ട് മാത്രം മതി എന്നുള്ള ലെവലിലാണ് നമ്മൾ ആ ഷൂട്ട് ചെയ്തത്. നമുക്ക് ആ ഒരു സംഗതിയിൽ ഒരൊറ്റെണ്ണം മതി. കാരണം വെച്ചാൽ അധികം വേണ്ട. നമുക്കതിൽ കുറച്ച് ഫോട്ടോസും ഒരു 2 റീൽ വീഡിയോസും അങ്ങനത്തെ ലെവലിൽ നമുക്ക് മതി എന്നുള്ള ലെവലിലാണ് നമ്മൾ നിന്നത്. നമുക്ക് കല്യാണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ടൈമില്ല. കാരണം വെച്ചാൽ നമുക്കൊരു 2 വീക്ക് ടൈം ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്താണ്ട്, 2 പേരും നല്ല തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേറൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ഷൂട്ട് ഫുള്ളായിട്ട് തീർക്കണം എന്നുള്ളൊരൊറ്റ നിർബന്ധത്തിലാണ് നമ്മൾ ആ ഒരു ഇതെടുത്തത്. കാരണം നമ്മളൊരു 4:30-5 മണി ടൈമിലാണ് നമ്മൾ ഷൂട്ടിന് ഇറങ്ങിയത്. നമ്മളൊരു 6:30-7 മണിയാകുമ്പോഴേക്കും നമുക്ക് ഷൂട്ട് തീർക്കണം എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ നിന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ടൈം മതി. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അടുത്ത് തന്നെ ഒരു ലൊക്കേഷനും നമ്മൾ കണ്ടു വെച്ചു. അതുകൊണ്ട് പിന്നെ ഓവർ ദൂരത്തേക്കൊന്നും ഓടേണ്ടി വന്നില്ല. നമ്മളെ സറൗണ്ടിൽ തന്നെ ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ തന്നെയായിരുന്നു ലൊക്കേഷനും വരുന്നത്. അങ്ങനെ നമ്മളൊരു 6:30 ആയപ്പോഴേക്കും നമ്മൾ ആ ഷൂട്ടൊക്കെ നല്ല വൈൻഡപ്പ് ആക്കി. നല്ല ലെവലായിട്ട് നമ്മൾ ആ ഷൂട്ട് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി വിഷ്വൽസൊക്കെ കിട്ടി. നമ്മൾ റീൽസും വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ പാക്കപ്പ് ചെയ്തു. ഇനി ബാക്കി കല്യാണത്തിൻ്റെ ഷൂട്ടിൽ കാണാം.